നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പരിക്കേറ്റ് കളിക്കളത്തിന് പുറത്താണല്ലോ ലാമിനെ യമാൽ. ഈ സീസണിൽ ഇനി അവന് FC ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിക്കാൻ പറ്റില്ല. വേൾഡ് കപ്പിന് അവനുണ്ടാകുമോ, അവൻ ഫിറ്റ് ആവും എന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. എന്താണ് യാഥാർത്ഥ്യം, എന്താണ് ഇപ്പോൾ ലാമിനെ യമാലിൻ്റെ സ്ഥിതിവിശേഷം? ഈ കാര്യങ്ങൾ ഇപ്പോൾ ഹൻസി ഫ്ലിക്ക് തുറന്നു പറയുന്നുണ്ട്. ഏറ്റവും നമുക്ക് യമാലിൻ്റെ അവസ്ഥ എന്താണെന്ന് വിശ്വസിക്കാവുന്നത് ഫ്ലിക്ക് പറയുമ്പോഴാണല്ല. അദ്ദേഹമാണല്ലോ ആ ക്ലബിൻ്റെ കോച്ച്, ബാഴ്സയുടെ കോച്ച്. അപ്പം ഇന്ന് ബാഴ്സലോണയ്ക്ക് ഒസാസുനയുമായിട്ട് ലാലിഗയിൽ മത്സരമുണ്ട്. ആ കളിക്ക് മുന്നോടിയായി നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് ലാമിൻ യമാലിൻ്റെ വേൾഡ് കപ്പ് പാർട്ടിസിപ്പേഷനെ കുറിച്ച് മാധ്യമങ്ങൾ ഫ്ലിക്കിനോട് ചോദിക്കുന്നത്. അപ്പോൾ ഫ്ലിക്കിൻ്റെ ഒരു മറുപടി ഇങ്ങനെയാണ്: ഞങ്ങൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, സ്പാനിഷ് ദേശീയ ടീമുമായിട്ട് ഞങ്ങൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ലാമിൻ കോച്ചുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അവനും ദേശീയ ടീമിൻ്റെ കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവനിപ്പോൾ ഗുഡ് കണ്ടീഷനിലാണുള്ളത്, നല്ല രൂപത്തിൽ അവൻ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്, പോസിറ്റീവ്ലി തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് അവനെ വേൾഡ് കപ്പിൽ കാണാൻ പറ്റുമെന്നാണ്. സോ ഐ തിങ്ക് വി വിൽ സീ ഹിം അറ്റ് വേൾഡ് കപ്പ്. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇനിയും സമയമുണ്ട്. അപ്പം റിക്കവർ ചെയ്ത് തിരിച്ചു വരാൻ ഇനിയും സമയമുണ്ട്. അതാണ് നമുക്ക് വേണ്ടത്. എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നു അവൻ വേൾഡ് കപ്പ് കളിക്കുമെന്ന്. ഇതാണ് ഹൻസി ഫ്ലിക്ക് പറയുന്നത്. അതായത് ആവശ്യത്തിന് സമയമുണ്ട്, വേൾഡ് കപ്പിന് ഇനിയും 10-40 ദിവസമുണ്ട്. അപ്പോഴേക്കും അവൻ പൂർണ്ണമായിട്ട് ഫിറ്റ് ആകുമെന്നൊരു പ്രതീക്ഷയാണ് ഹൻസി ഫ്ലിക്ക് വെച്ച് പുലർത്തുന്നത്. ഏതായാലും സ്പാനിഷ് ദേശീയ ടീമിൻ്റെ കോച്ച് ലൂയിസ് ഡി ലാഫ്യൂവിൻ്റെ എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഈ മാസം അവസാനത്തോടു കൂടി വേൾഡ് കപ്പ് സ്ക്വാഡ് പ്രഖ്യാപിക്കാനുള്ളതാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് വീഡിയോ എത്താം.